കാസർഗോഡ് കേന്ദ്രീകരിച്ച ഹണി ട്രാപ്പ് 35-കാരി കുടുക്കിയത് നിരവധി യുവാക്കളെ. ശ്രുതി ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തു. തട്ടിപ്പിന് ഇരയായവരിൽ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എങ്ങനെയാണ് ഇവരെ കൊടുക്കാൻ സാധിച്ചത്? പോലീസുകാരടക്കം ഇവരുടെ വലയിൽ കുടുങ്ങിയെന്നാണല്ലോ വിവരം. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഹണി ട്രാപ്പ് നടക്കുന്ന ഒരു പരാതി വ്യാപകമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി സംബന്ധിച്ച് 35-കാരിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കാസർഗോഡ് കൊമ്പനടുക്കം സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖരനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, നിരവധി പേർ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടും ഈ വിവരം പരാതിയായി നൽകുവാൻ ആരും തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ പോലീസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു പരാതി ലഭ്യമാവുകയും പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും തുടർന്ന് ശ്രുതിയെ പിടികൂടുകയുമായിരുന്നു. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഈ സംഭവത്തിൽ തട്ടിപ്പിന് ഇരയായവരിൽ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. IAS വിദ്യാർത്ഥി ചമഞ്ഞാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, പലരോടും പല രീതിയിൽ താൻ ISROയിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെന്നും അത്തരത്തിൽ തനിക്ക് പണം വേണമെന്നും അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി വ്യാപകമായി ഉയർന്ന സാഹചര്യത്തിലാണ് മേൽപ്പറമ്പ് പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രുതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും കാസർഗോഡ് ഹണി ട്രാപ്പ് നടത്തി വന്ന യുവതിയെ പോലീസ് വലയിലാക്കിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.